ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇപ്പോൾ സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനിത് അപ്പോൾ റെസിപ്പി ഒന്നല്ല ഷെയർ ചെയ്യുന്നത് നമ്മൾ പിസയ്ക്കും പിന്നെ ബണ്ണൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഡോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഞാനത് ആദ്യം തന്നെ നമ്മൾ ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വാം വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാം വാട്ടർ ആയിരിക്കാൻ ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടൊന്നും കൂടരുത്, ചെറിയൊരു ഇളം ചൂടേ പാടുള്ള വെള്ളത്തിന്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ നമ്മൾ ഈസ്റ്റിനോടൊപ്പം ഷുഗറും കൂടി നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിത് അവിടെ ഒരു ബൗളിൽ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ആ മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം, ഉപ്പ് എല്ലാ ഭാഗത്തേക്കൊന്നും ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് വാട്ടർ എടുത്ത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈസ്റ്റ് വാട്ടറൊക്കെ നന്നായിട്ട് ഈസ്റ്റ് എല്ലാം നന്നായി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈസ്റ്റ് വാട്ടർ എപ്പോഴും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാവൊക്കെ കുഴക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒറ്റയടിക്കാൻ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചെടുക്കണം. ഇത് ഒരുപാട് ഇട്ടിങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവെല്ലാം നന്നായി ഒതുങ്ങി ഒരു സോഫ്റ്റ് ഡോ കിട്ടുന്ന വരെ ഒന്ന് കുഴച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഒരു 1 അവർ മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെക്കണം. ഒരു വാം പ്ലേസിൽ വേണം അത് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓവൺ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി അതിനകത്താണ് അത് കുറച്ച് നേരം 1 അവർ വെച്ചിരുന്നത്. നല്ല ചൂട് ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് പുറത്ത് തന്നെ 1 അവർ വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഡോ നന്നായിട്ട് തന്നെ റൈസ് ചെയ്തിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇതിപ്പോൾ. ഇനി നമുക്കിത് ജസ്റ്റ് അതിലേറെല്ലാം ഒന്ന് കളഞ്ഞ് ഒരു 20 സെക്കൻഡ്സ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിതിവിടെ 2 പോർഷൻ ആക്കിയിട്ട് നമ്മൾ ഡോ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ പിസ്സ ബേസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇത് വെച്ച് പിസ്സ ഉണ്ടാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ടെക്സ്ചർ എങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാം. ഞാനിതവിടെ പിസ്സ ബേസ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിസ്സ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഹോം മെയ്ഡ് പിസ്സ സോസാണ് യൂസ് ചെയ്യണത്. ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലെ നല്ലൊരു പിസ്സയുടെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിസ്സ സോസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിസ്സ ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ പിസ്സ സോസ് പ്രിപ്പയർ ചെയ്തിട്ട് പിസ്സ റെഡിയാക്കി എടുക്കണം. നമ്മൾ നോർമൽ കെച്ചപ്പൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ശരിക്കും അത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല ടേസ്റ്റി പിസ്സ കഴിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ പിസ്സ സോസ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പിസ്സ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഷ്രിംസ് മസാലയും കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിസ്സയുടെ റെസിപ്പി മുമ്പ് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 200 ഡിഗ്രീസിൽ ഒരു 8 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പിസ്സ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അതിന് ശരിക്കും നല്ല പെർഫെക്റ്റ് പിസ്സ ബേസ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.
ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തൊരു ദിവസം ഞാൻ നിങ്ങളുമായിട്ട് എയർ ഫ്രയറിൽ എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ എവ്രി വൺ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.